ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഐ ഹിയർ യുവർ സൺസ്പോട്ട് എന്ന സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കോഹയുടെ മിഡിൽ സ്കൂൾ ലൈഫ്. അതിപ്പോൾ എൻഡ് ആവുകയാണ്. അപ്പോൾ ഹൈസ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഡേ ആണ്. അവനങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ ഫോട്ടോയൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചിട്ടൊക്കെ അവനാണ് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുന്ന ടൈമിന് എന്തുകൊണ്ട് അവന് തീരെ വയ്യ. അവനങ്ങനെ വീട്ടിൽ വരുന്നതും അമ്മ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ച് വരുന്നുണ്ട്. എന്നാൽ അവൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്ന കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവൻ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവന് നല്ല പനിയാവുന്നുണ്ട്. ഒരാഴ്ചയോളം അവൻ പനിയായിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ടൈമിന് എന്തുകൊണ്ടോ മൊത്തം അവന് ഫുള്ളൊരു നിശബ്ദതയായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവനാണെങ്കിൽ അവൻ്റെ അമ്മയോട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവന് സഡനായിട്ട് ഒരു ഹിയറിംഗ് ലോസ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നൊന്നും അവൻ്റെ ആ കേൾവിശക്തി തിരിച്ചു കിട്ടാൻ ചാൻസ് ഇല്ല. സാധാരണ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ചെവിയിലാണ് സംഭവിക്കാറ്. എന്നാൽ ഇപ്പോൾ കോഹയുടെ കേസ് പറയുകയാണെങ്കിൽ രണ്ട് ചെവിക്കും കേൾവിക്ക് പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഡോക്ടർ പറയുന്ന സമയത്ത് നമ്മുടെ കോഹയ്ക്ക് ഡോക്ടർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. തിരിച്ച് അമ്മ ഡോക്ടറിനോട് പറയുന്നതും ഇവന് കേൾക്കാൻ പറ്റുന്നില്ല. ഇവരെന്തായി സംസാരിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തീരെ പറ്റുന്നില്ല. ഡോക്ടർ ആ സമയം അമ്മയുടെ അടുത്ത് മിക്കവാറും ഒരു ഹിയറിംഗ് എയ്ഡ് വെക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹൈസ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയ സ്കൂളിൽ അവൻ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള സാറ് ഇവൻ്റെ ഈ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. അതായത് അവന് ചെറുതായിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തൊട്ട് ഇതറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഇവനാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. കാരണം അവർ ഇവനെ നോക്കുന്ന രീതി തന്നെ ഇവനെന്തോ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അവനാണെങ്കിൽ പലരായിട്ട് ഫ്രണ്ട്സ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് പയ്യന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അവരുടെ അടുത്ത് നിന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവരാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇവന് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്താണെന്ന് വീണ്ടും ചോദിക്കുകയാണ്. ആ സമയം അവർ വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവന് മൊത്തത്തിൽ ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കി വിടുന്നുണ്ട്. അതവന് വിഷമം വരുന്ന കാര്യമായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ് ക്ലീനിങ് ചെയ്തിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയാൻ നിൽക്കുന്ന ടൈമിനും ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ കൊണ്ട് കളഞ്ഞോളാം, നിനക്ക് കേൾക്കാൻ പറ്റാത്തതല്ലേ, ചിലപ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ്റെ അത് കൊണ്ടുപോവാണ്. അങ്ങനെ പറഞ്ഞതും അവന് വിഷമാവുന്ന കാര്യമായിരുന്നു. അങ്ങനെ പ്രസൻറ്റിലേക്ക് വരുന്നുണ്ട്. പ്രസൻറ്റിലേക്ക് വരുമ്പോൾ അവനിപ്പോൾ ലൈബ്രറിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയം അവൻ്റെ കൂടെ അവൻ്റെ ഒരു സാറും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയമാണ് അവിടെയുള്ള ഒരു ക്ലാസ്സിൽ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന കണ്ടത്. അങ്ങനെ അത് കണ്ടിട്ട് അവനാണെങ്കിൽ സാറിൻ്റെ അടുത്ത് ആ പഠിക്കുന്നവർക്ക് എല്ലാവർക്കും കേൾവിക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സാർ ഇല്ല, അതവരല്ലാണ്ട് സൈൻ ലാംഗ്വേജ് പഠിക്കുന്നതാണ്, കേൾവിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് പഠിക്കാനായിട്ട് വേറെ സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് പോകുന്നുണ്ട്. ആ സമയം കോഹയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനപ്പോൾ അവരെ കൂട്ടത്തിൽ പെട്ട ഒരാളല്ലേ എന്ന്. അതിനുശേഷം ലൈബ്രറിയിൽ പോയിട്ട് അവൻ തിരിച്ച് വീട്ടിൽ പോകുന്ന ടൈമിന് കുട്ടികൾ ചിരിച്ച് കളിച്ചൊക്കെ പോകുന്ന കാണുന്നുണ്ട്. ആ സമയം തനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷന് പറ്റുന്നില്ലല്ലോ എന്ന കളിച്ചിട്ട് അവന് വിഷമാവുന്നുണ്ട്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ടൈമിനാണ് ഇവൻ്റെ മുമ്പത്തെ സ്കൂളിലത്തെ ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ആ ഗ്രൂപ്പിൽ ആരോ ഒരാൾ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്താലെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇടുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ ഈ സിറ്റുവേഷൻ കാരണം അവനാണെങ്കിൽ മീറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്നതേ ഇല്ല. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവൻ കോളേജിലേക്ക് പോകുമ്പോഴത്തേക്കും തയ്ച്ചയാണെങ്കിൽ പുറകിൽ നിന്ന് കോഹേ എന്ന് വിളിച്ചുകൊണ്ടിങ്ങനെ വരുന്നുണ്ട് അടുത്തേക്ക്. എന്നാൽ ഇവനാണെങ്കിൽ കേൾക്കുന്നില്ല. ആ സമയം തയ്ച്ചാണെങ്കിൽ പെട്ടെന്ന് അടുത്ത് വരുമ്പോഴത്തേക്ക് കോഹയൊന്ന് പേടിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചാണെങ്കിൽ എന്തിനാ ടെൻഷനാവുന്നത്, ഞാനാണെങ്കിൽ ഇങ്ങനെ 2-3 പ്രാവശ്യം പേര് വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹയെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്ന ടൈമിന് എനിക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഫ്രണ്ടിൽ നിന്നാകുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാണ്. ആ സമയം തയ്ച്ചാണെങ്കിൽ അപ്പോൾ ഇനി തൊട്ട് ഞാൻ നിൻ്റെ മുന്നിൽ നിന്നിട്ട് നിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ എനിക്ക് നല്ലതുപോലെ വിശക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹയെ പക്ഷേ ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും തയ്ച്ചിയാണെങ്കിൽ ശരിയാണ്, പക്ഷേ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഞാൻ രാവിലെ 7 മണിയായപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ, എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവർ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും തയ്ച്ചിയാണെങ്കിൽ അവനെക്കൊണ്ട് പറ്റുന്ന പോലെ തന്നെ നോട്ടെല്ലാം സാറ് പറയുന്ന എഴുതിയെടുക്കുന്നുണ്ട്. ആ സമയം സാറ് സ്പീഡിന് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന മറ്റാരെയും കുറിച്ച് ആലോചിക്കാതെ തയ്ച്ച് പെട്ടെന്ന് തന്നെ സാർ നിങ്ങൾ ഭയങ്കര സ്പീഡിനാണ് പറയുന്നത്, പതുക്കെ പറയാനായിട്ട് പറയുന്നുണ്ട്. സാറ് ഓക്കെ എന്ന് പറയാണ്. ഇതായിട്ട് പിള്ളേരെല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും സാറ് പതുക്കെ പറയുമ്പോൾ തയ്ച്ചിയാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര സ്പീഡാണ് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ സാറ് വീണ്ടും സ്ലോ ആക്കുന്നുണ്ട്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ കോഹയാണെങ്കിൽ തയ്ച്ചിക്കുള്ള ഫുഡ് എടുത്ത് കൊടുത്തിട്ട് തയ്ച്ചി പ്രിപ്പയർ ചെയ്ത ആ നോട്ട് എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയം അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ചിലതൊന്നും അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് തയ്ച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ തയ്ച്ചിക്കും അറിയത്തില്ല. കാരണം അവൻ കോഹയുടെ ക്ലാസ്സിലുള്ള പയ്യനല്ലല്ലോ. അതുകൊണ്ട് തന്നെ കോഹയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവനൊരു പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് തന്നെ അവനിപ്പോഴും നോട്ട് ടേക്കറായി ഇരിക്കുന്നതിൽ കുറച്ച് അവിടെ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ കോഹ അത് കാര്യമാക്കുന്നില്ല. ഇതേസമയം തയ്ച്ച് കോഹ കൊടുത്ത ആ ഒരു ഫുഡ് കഴിച്ചിട്ട് എൻ്റെ പൊന്നെ എന്ത് ടേസ്റ്റുള്ള ഫുഡാണ്,
ഇത്ര അടിപൊളി ഫുഡൊക്കെ വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ല പണിഷ്മെൻറ്റും കിട്ടുമോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കോഹെ നിനക്ക് എന്തിനാണ് പണിഷ്മെൻറ്റ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ തയ്ച്ചി പറയുന്ന ഓരോ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളും കേട്ടിട്ട് നമ്മുടെ കോഹെ നല്ലതുപോലെ ചിരിക്കുന്നുണ്ട്. ആ സമയം തയ്ച്ചി, നീ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ചിരിക്കുന്നത് ഞാൻ കാണുന്നത്, നീ ചിരിക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറയാണ്. അതിനുശേഷം കോഹയാണെങ്കിൽ കുറേ പയ്യന്മാരുടെ കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കുവാണ്. ആ സമയം ഒരു പയ്യൻ്റെ കയ്യിലുള്ള ബോൾ തട്ടിയിട്ട് അവൻ്റെ ചെവിയിൽ നിന്ന് ഹിയറിംഗ് എയ്ഡ് താഴെ വീഴുന്നുണ്ട്. അവനതങ്ങനെ എടുത്തിരിക്കുന്ന ടൈമിൽ കോച്ചും ആ പയ്യനും വന്നിട്ട് ഓക്കെ ആണെന്ന് വെച്ചിട്ട് അവനോട് സോറി പറയുന്നുണ്ട്. ആ സമയമാണ് മറ്റ് പയ്യന്മാർ ഇവനിങ്ങനെ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടെന്നും അവന് കേൾവിക്ക് ചെറിയ പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കളിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ബോൾ വരുന്ന ടൈമിൽ ആരും ഡിഫെൻഡ് ചെയ്യാനോ അവൻ്റെ കൂടെ കളിക്കാനോ ഒന്നും റെഡിയാവുന്നില്ല. എന്തോ പെട്ടെന്ന് അവനും അവിടെ ഒറ്റപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവർ കളിക്കുന്ന ടൈമിന് അവൻ മാറിയിരിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് നോക്കിയപ്പോൾ തയ്ച്ചിയും അവൻ്റെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അവൻ നോക്കുമ്പോൾ തയ്ച്ചി അവൻ്റെ ഫ്രണ്ട്സിനോട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കോഹയാണെങ്കിൽ അവിടെയുള്ള ഒരു ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിന് തയ്ച്ചിയാണെങ്കിൽ കോഹേനെ കാണുന്നുണ്ട്. കോഹേനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കോഹെ അത് കേൾക്കാതെ അവനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേസമയം തയ്ച്ചിയുടെ ഫ്രണ്ട്സ് അവനെ വിളിക്കുന്നതുകൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായി പോകുന്നുണ്ട്. ഇതേസമയം കോഹെ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നിന്നിട്ട് തയ്ച്ചിക്കും എനിക്ക് കിട്ടാത്തതൊക്കെ കിട്ടുന്നുണ്ട്, അവൻ്റെ കൂടെയും അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവനാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ വിഷമിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ കോഹയാണെങ്കിൽ ഉറക്കം അവൻ്റെ ആ ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ചിട്ട് നേരെ ലിവിങ് റൂമിലേക്ക് ചെല്ലുകയാണ്. ചെന്നപ്പോൾ അവൻ്റെ അമ്മേനെ അവനെ കാണുന്നില്ല. പെട്ടെന്ന് അമ്മ ഉറക്കം എണീറ്റ് വന്നിട്ട്, അയ്യോ സോറി, ഞാൻ ഉറങ്ങിയത് കുറച്ച് നേരം കൂടിപ്പോയി, ഞാൻ അലാറം ഒന്നും അടിച്ച് ഇറങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ അമ്മയ്ക്ക് വയ്യാത്ത പോലെ ആവുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ കുഴപ്പമില്ല, ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മേനോട് പിടിച്ചിട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ആ സമയം അമ്മ, അത് പിന്നെ ഇന്നലെ ഞാൻ കോൺസേർട്ടിന് പോയല്ലോ, അപ്പോൾ ഇങ്ങനെ അറിയാണ്ട് കുറേ ഡ്രിങ്ക് ചെയ്തു, അതുകൊണ്ട് വയ്യാതായെന്ന് പറയാണ്. കോഹയപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ റെഡി കോളേജിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിലാണെങ്കിൽ അവൻ തയ്ച്ചീനെ കാണുന്നുണ്ട്. തയ്ച്ചിയോട് സംസാരിക്കാമെന്ന് കരുതുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് തയ്ച്ചിയുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് സ്ക്രിപ്റ്റൊക്കെ തീർന്നിട്ടുണ്ട്, ഇനി നമുക്ക് ആ ഒരു മൂവി ഷൂട്ട് ചെയ്യണമെന്ന് പറയാണ്. അവർക്ക് എന്തെങ്കിലും കിട്ടിയ വല്ല പ്രോജക്റ്റോ എന്തോ സംഭവമായിരിക്കും. ആ സമയം തയ്ച്ചാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഫ്രണ്ട്സ് ദേണ്ട മര്യാദ കൂടെ ഇന്ന് ചെയ്തോണം, ഇത് നിൻ്റെയും കൂടെ പ്രോജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കോഹൈ തയ്ച്ചിയോട് പോയി സംസാരിക്കുന്നില്ല. പകരം തയ്ച്ചിനെ ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ അതുവഴി നടന്നു പോകുന്നുണ്ട്. തയ്ച്ചിയാണെങ്കിൽ കോഹനെ കണ്ടിട്ട് കോഹ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ കോഹയാണെങ്കിൽ അവനെ മൈൻഡേ ചെയ്യുന്നില്ല, അങ്ങ് പോവുകയാണ്. അങ്ങനെ കോഹ നടന്നു പോകുന്ന ടൈമിന് തയ്ച്ചിക്ക് ഞാൻ ലഞ്ച് ബോക്സ് കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ലേ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, അത് കിട്ടില്ലെങ്കിൽ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നടന്നു പോവാണ്. എന്നാൽ ആ സമയം കറക്റ്റ് തയ്ച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട്, നീ എന്തിനാ എന്നെ ഇഗ്നോർ ചെയ്യുന്നത്, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ടെന്നൊക്കെ പറയാണ്. അതേസമയം കോഹ, അത് പിന്നെ ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി കഴിക്കാൻ ഫുഡ് കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കോഹയാണെങ്കിൽ അത് പറയുന്നതായിട്ട് തയ്ച്ചി, ഞാനെന്താ ഫുഡിന് വേണ്ടിയിട്ടാണ് നിൻ്റെ അടുത്ത് വരുന്നതെന്നാണ് വിചാരിച്ചത്, അങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കോഹ, അപ്പം അങ്ങനെ അല്ലേന്ന് വെച്ചപ്പോൾ അല്ല എന്ന് പറയാണ്. എന്നാൽ കറക്റ്റ് ടൈമിന് നമ്മുടെ തയ്ച്ചിക്ക് വിശക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ വയറ്റിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ തയ്ച്ചിയാണെങ്കിൽ അയ്യോ നാണം കെടുത്തി, നീ അത് കേട്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം കോഹ, ഞാൻ കേട്ടോ എന്ന് പറയുമ്പോൾ തയ്ച്ചിയാണെങ്കിൽ എൻ്റെ പൊന്ന് വേറെ ഒന്നും മിണ്ടാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേസമയം കോഹ, നീ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം തയ്ച്ചാണെങ്കിൽ ഓക്കെ നമുക്ക് പോവാം, അല്ല നമുക്ക് എന്തോന്ന് കഴിക്കാമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ എന്ത് കഴിക്കാനൊക്കെ ആലോചിച്ചിട്ട് അവരങ്ങ് നടന്നു പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കോഹയാണെങ്കിൽ തയ്ച്ചിയുടെയും തയ്ച്ചിയുടെ ഫ്രണ്ട്സിൻ്റെയും കൂടെ ബാസ്കറ്റ് ബോൾ കളിക്കുന്നതാണ്. മറ്റു പിള്ളേർ അവോയ്ഡ് ചെയ്തപോലെ ഇവന് കേൾവിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് എഴുതിയിട്ട് തയ്ച്ചിയോ അവൻ്റെ ഫ്രണ്ട്സോ ഒന്നും തന്നെ കോഹേനെ അവോയ്ഡ് ചെയ്യുന്നില്ല. പകരം അവൻ്റെ കൂടെ ടീമായിട്ട് ഇന്ന് ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു കൂട്ട് കിട്ടിയ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആ കളിച്ച് കഴിയുമ്പോഴത്തേക്കും കോഹയാണെങ്കിൽ അവൻ്റെ മുഖമൊക്കെ കഴുകാനായിട്ട് വന്ന് നിൽക്കുന്ന ടൈമിന് തയ്ച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കുവാണ്. എന്നിട്ട് കോഹയുടെ അടുത്ത് എന്ത് പറ്റി, നിനക്ക് ദേഷ്യം വന്നെന്ന് ചോദിച്ചപ്പോൾ കോഹ ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം തയ്ച്ചി, സത്യമായിട്ട് നിനക്ക് ദേഷ്യം വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം വെള്ളമൊക്കെ തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഹ അവൻ്റെ മനസ്സിൽ വിചാരിക്കുവാണ്, തയ്ച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, എനിക്കും ഈ ലോകത്ത് എവിടേക്കോ സ്ഥാനമുണ്ടെന്ന്. അങ്ങനെ അവൻ അതും ആലോചിക്കുന്നത് പറയുന്നതും കേൾപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരുന്നൊരു ബൈ.